ഇതാണ് വരള. അങ്ങ് കോഴിക്കോട്ടുകാരുടെ വരള. അപ്പൊ അതൊരു 3/4 കിലോ ബീഫിലേക്ക് 2 സവാള കനം കുറച്ചരിഞ്ഞതും 1/4 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ട് കൈവച്ച് നല്ല പോലെ തിരുമിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാട്ടോ. ഇനി ഒരു പാനില് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ഒന്നങ്ങ് വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഫ്ലെയിം ഓൺ ആക്കി ലോയിലിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ വറുത്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടൊന്നങ്ങ് പൊടിച്ചു വെച്ചേക്കണം. ഇനി ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും പിന്നെ 2 തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മസാല പൗഡർ ഇട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെന്തിരിക്കുന്ന ബീഫ് അതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്കിട്ട് ഒന്നങ്ങ് മൂടി വെച്ച് മൂടി തുറന്ന് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ടങ്ങ് എടുത്താണ്ടല്ലോ എന്റെ മോനെ പൊളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഐറ്റം. ഒരു രക്ഷയില്ലാട്ടാ.